ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് PF അക്കൗണ്ടിൽ നിന്നും ഫണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. PF അക്കൗണ്ടിൽ നിന്ന് 3 ടൈപ്പ് ഓഫ് വിഡ്രോവൽ ആണ് വരുന്നത്. ഫോം നമ്പർ 19 ഫുൾ എമൗണ്ട് വിഡ്രോവൽ, ഫോം നമ്പർ 10C പെൻഷൻ കോൺട്രിബ്യൂഷൻ വിഡ്രോവൽ, ഫോം നമ്പർ 31 അഡ്വാൻസ് എമൗണ്ട് വിഡ്രോവൽ. ഈ 3 എണ്ണമാണ് വരുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഫോം നമ്പർ 19 ഫുൾ എമൗണ്ട് വിഡ്രോവൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അതിൽ EPF എന്ന് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഏറ്റവും മുകളിലെ സർവീസസിൽ ഫോർ എംപ്ലോയീസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം മെമ്പർ UAN ഓൺലൈൻ സർവീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യാനുള്ള പേജാണ് വരുന്നത്. UAN നമ്പറും പാസ്വേഡും ക്യാപ്ച കോഡും കൃത്യമായി കൊടുക്കുക. ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം വരുന്ന പേജിൽ ലേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഏറ്റവും മുകളിൽ മാനേജിൽ KYC അതുപോലെ മാർക്കാസ് എക്സിറ്റ് എന്നീ ഓപ്ഷൻ യൂസ് ചെയ്ത് ബാങ്ക് ഡീറ്റെയിൽസും വിരമിച്ച വിവരങ്ങളും ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ശേഷം ഓൺലൈൻ സർവീസസിൽ ക്ലെയിം എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലെയിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപേക്ഷകൻ്റെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ S എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ ഐ വാണ്ട് ടു അപ്ലൈ ചെയ്യുന്ന കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഫോം 19 എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വിഡ്രോവൽ ചെയ്യുന്ന എമൗണ്ട് 50,000 രൂപയിൽ കൂടുതലാണെങ്കിൽ ഫോം 15G എന്നുള്ള ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ലപ്പ് ചെയ്ത് PDF ഫോർമാറ്റിൽ 1 MB കുറവായിട്ട് സൈറ്റിലേക്ക് നിർബന്ധമായും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 50,000 രൂപയിൽ കുറവാണെങ്കിൽ ഫോം 15G അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപേക്ഷകൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് നിലവിലെ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകൻ്റെ വീട്ടുപേര്, സ്ഥലപ്പേര്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിറ്റി അതുപോലെ തന്നെ പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ക്യാൻസൽ ചെയ്ത ചെക്ക് ലീഫിൻ്റെയോ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് പാസ്ബുക്കിൻ്റെയോ കോപ്പി കൃത്യമായി സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. മാക്സിമം സൈസ് 100 KB to 500 KBക്കുള്ളിലായിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത്. JPG ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലെയിമിന് റിക്വസ്റ്റ് കൊടുക്കുന്ന പ്രോസസ്സൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഫോം നമ്പർ 31 അഥവാ അഡ്വാൻസ് എമൗണ്ട് വിഡ്രോൾ ചെയ്യുന്ന സമയത്ത് സൈറ്റിലേക്ക് ഫോം 15G ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എമൗണ്ട് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാൻസൽഡ് ചെക്ക് ലീഫിൻ്റെയോ അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് പാസ്ബുക്കിൻ്റെയോ കോപ്പി മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡോക്യുമെൻറ്റുകൾ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ആധാർ OTP എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോണിലേക്കാണ് OTP മെസ്സേജ് വരിക. OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം പേജിൻ്റെ ഏറ്റവും താഴെയുള്ള വാലിഡേറ്റ് OTP ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. നിലവിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ക്ലെയിമിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പേജിൻ്റെ ഏറ്റവും മുകളിൽ ഓൺലൈൻ സർവീസസിൽ ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം വരുന്ന പേജിൽ സമർപ്പിച്ചിട്ടുള്ള ക്ലെയിമുകളുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.